ദാവീദിന്റെ കിന്നരങ്ങൾ. ദേവസ്തുതി പാടിയവർ നിങ്ങൾ. ആയിരം ആയിരം താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ. ദേവസ്തുതി പാടിയവർ നിങ്ങൾ. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങൾ. നമുക്ക് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ശ്രീ ജെറി അമൽദേവ് മാഷെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉർലാനിക്കലച്ച, സ്വാഗതം ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക്. മെറിൻ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമുക്ക് വെൽക്കം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം അല്ലേ? അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം മത്സരിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് ചങ്ങനാശ്ശേരി മാമൂട് നിന്നും എത്തിയിരിക്കുന്ന ഗായകരാണ്. ലൂർദ് മാതാ ചർച്ച് സ്ക്വയർ മാമൂട്. ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ. ടെസ് ചേച്ചി, എന്തോ മാമൂടുകാർക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖം തന്നെ. ടെസ് ചേച്ചി, നിങ്ങളിപ്പം ഒരുപാട് നാളെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്നു. നിങ്ങളുടെ ഇടവകയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ എത്തി നിൽക്കുകയാണെന്നൊക്കെ. അപ്പോൾ പോലും നിങ്ങളുടെ കൊയറിലേക്ക് കുറച്ചും കൂടെ ആൾക്കാർ കൂടുതലായിട്ട് വരാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാണിക്കുന്നുണ്ട്. ആണോ? യങ്സ്റ്റേഴ്സ് ആണോ അതോ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള? ആഹാ, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പുതിയൊരാളാണ് വന്നിട്ട്. പുതിയൊരാളെ ഞാൻ കണ്ടു. പിന്നെ ആരാ? ഗേളിലും ഉണ്ട്. ഓക്കെ, ആ ആളും പുതിയതല്ലേ? ഓക്കെ, ഒരു ബോയും ഒരു ഗേളും പുതിയതായിട്ടുണ്ട്. ഓക്കെ, പുതിയതായിട്ട് ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ വന്നപ്പോൾ വന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ അവരിൽ ആ ഒരു നിങ്ങളുടെ ഇങ്ങനെ ഒരു മത്സരവേദിയിൽ നിങ്ങളുടെ വിജയം കണ്ടിട്ടെന്നാണോ? എന്താ അവരിങ്ങനെ വരാൻ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം എന്തായിരിക്കും? ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ പുകഴ്ത്തി പറയുകയല്ല, ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നല്ലൊരു കൊയറാണ് ഞങ്ങളുടെ കൊയർ. അപ്പം പലർക്കും ഇടവകയിലെ പാട്ട് പാടുന്ന പലർക്കും ഈ പാട്ട് പാടാനായിട്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ കൊയറിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടോ അവിടെ? ഇനി പള്ളിയിൽ സ്ഥിരമായിട്ട് പാടുന്നവരായിട്ട് ഇനി കുട്ടികളെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ രണ്ട് ടൈപ്പ് ഇതാണോ, കൊയറാണോ പള്ളിയിലുള്ളത്? കുട്ടികൾക്കൊന്ന്, അഡൽട്സിന്റെ ഒന്ന്. അതെ അതെ. ഓക്കെ, നമ്മൾക്ക് ഇവിടെ കുട്ടികളെയും പങ്കെടുപ്പിക്കാം ഇത് കൂടെ. പക്ഷെ നിങ്ങളുടെ ഇതിനുമായിട്ടല്ലേ ആ ഗ്രൂപ്പിൽ അതങ്ങ് സെറ്റ് ആവും. ക്ലാസ് ഉള്ളതുകൊണ്ട് പ്രാക്ടീസിനൊന്നും വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും മാമൂടുകാരുടെ ഭയങ്കര നല്ല ഗായകരാണെന്ന് ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഓക്കെ, നിങ്ങൾ അത് ഇതിനകം തന്നെ ഇവിടെ പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പൊ അതിൽ നിന്നും ഒരു രീതിയിലും മാറ്റം ഉണ്ടാവരുത് ഇന്നത്തെ പെർഫോമൻസും നമ്മൾ കാണുമ്പോൾ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞങ്ങൾ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ നമ്മുടെ മാർ ജോൺ പനന്തോട്ടം പിതാവ് പാടിയ ഒരു പാട്ടാണ്. ആബേലച്ചൻ്റെ ലിറിക്സ് ആണ്. ഓക്കെ,
അപ്പൊ അത് നമ്മുടെ പ്രിൻസേട്ടൻ തന്നെയാണ് കോറൽ മ്യൂസിക് അതിന്റെ ഇത് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രിൻസേട്ടന്റെ കൂടെ തന്നെയാണല്ലോ. പ്രിൻസേട്ടൻ മ്യൂസിക് ചെയ്തതും ഓർക്കസ്ട്ര ചെയ്തതുമായിട്ടുള്ള ഗാനങ്ങൾ കൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ പെർഫോമൻസ് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അപ്പൊ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ സ്വർഗ്ഗത്തിൽ വാഴും പിതാവേ, നിൻ നാമം വാഴ്ത്തപ്പെടണം. നിൻ പരിപാവന രാജ്യം മഹിമയോടൂഴി വരണം. നിന്നിഷ്ടം സ്വർഗ്ഗത്തിലെന്ന പോലെ നിറവേറണം നിത്യമൂഴിമേലും. നിറവേറണം നിത്യമൂഴിമേലും. ആവശ്യമായുള്ള ഭോജ്യം ഞങ്ങൾക്കു നീ ഇന്നു തരണേ. നരരോട് ഞങ്ങൾ പൊറുക്കുന്ന പോൽ ഞങ്ങളോടും നീ പൊറുക്കേണമേ. പാപത്തിൽ വീഴാതെ രക്ഷിക്കണേ. തിന്മയിൽ നിന്നു നീ കാത്തിടണേ. തിന്മയിൽ നിന്നു നീ കാത്തിടണേ. ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിഞ്ഞു പാട്ട് അല്ലേ? അതെ, വളരെ ഇതായിരുന്നു. അതെ. ശരി, ചോദിക്കട്ടെ കേട്ടോ. മെറിൻ, ലൂർദ് മാതാ പള്ളി കൊയർ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഒരുമിച്ച് പാടിയത് നല്ല ഭംഗിയായി എന്തായാലും. കാരണം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്, അതേ ഒരു ഫീല് കിട്ടി നിങ്ങൾ ഒരുമിച്ച് പാടിയപ്പോൾ. പിന്നെ കുറേ പോർഷൻസിലൊക്കെ നേരത്തെ മുന്നത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ തന്നെ ആ എൻഡിങ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ എൻഡിങ് മാത്രം ഒന്ന് കറക്റ്റ് ബാറിൽ നിർത്തി ആ ഒരു ഡെഫിനേഷൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. ഏറ്റവും അവസാനത്തെ മാത്രം, അതുവരെ നിങ്ങൾ മാക്സിമം നല്ല എഫേർട്ട് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ആക്ച്വലി. താങ്ക് യു. അച്ഛാ, ഈ പാട്ട് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാവുന്ന പാട്ടല്ലായിരുന്നോ? ഇതിനു മുമ്പ് അറിയാവുന്ന പാട്ടല്ല, ഇതിനു വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തായിരുന്നു. നിങ്ങൾ അറിയേണ്ട പാട്ടായത്. നമ്മുടെ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള പാട്രോണിലെ പാട്ടായത്. ട്രഡീഷണലായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ ലോകത്തിലെ മുഴുവൻ പള്ളികളിലും പാടിക്കൊണ്ടിരുന്ന പാട്ടായത്. ആബേലച്ചൻ്റെ രചന, കെ ആൻഡി മാസ്റ്ററുടെ സംഗീതം. ഞാൻ തന്നെ എത്രയോ പള്ളിയിൽ പാടിയിട്ടുണ്ട്. കാരണം അച്ഛൻ പാടുന്ന, ബാക്കിയുള്ള ജനങ്ങൾ പാടുന്ന പാട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. ഒന്ന് ഒരു അന്വേഷണം നന്നായിരുന്നത്. എവിടെ നിന്നാണ് ഇത് പോകുന്നേക്കണ ഈ പാട്ട്, എവിടെയാണ് ഇത് കിടക്കുന്നത്? എത്ര മനോഹരമായൊരു പാട്ടാണെന്ന് അറിയാമോ? ഇപ്പോൾ ഞങ്ങളുടെ ബിഷപ്പ് പരന്താണം എൻ്റെ സഭക്കാരിലെ ബിഷപ്പാണ്. ബിഷപ്പ് പാടിയിട്ടുണ്ടത്, പിതാവ് പാടിയിട്ടുണ്ട്. പിതാവിൻ്റെ പെട്ടെന്നുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പോൾ പിതാക്കന്മാർ പാടില്ലേ, അങ്ങനെ പാടിയിട്ടുണ്ട്. ആ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതല്ല, അത് പാട്ടതല്ല. ഡി ഇട്ട് ഡി. സ്വർഗത്തിൽ വാഴും പിതാവേ, നിന്നാമം വാഴ്ത്തപ്പെടേണം.
നിൻ പരിപാവന രാജ്യം മഹിമയോടൂഴിയിൽ വരണം. നിന്നിഷ്ടം സ്വർഗത്തിലെന്ന പോലെ നിറവേറണം നിത്യമൂഴിമേലും, നിറവേറണം നിത്യമൂഴിമേലും. അതാണ് എൻ്റെ ഒറിജിനൽ പാട്ട്. ഞാൻ ഇച്ചിരി പാടിയപ്പോൾ ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് നിന്നിഷ്ടം മാത്രം അല്പമുള്ളൂ. അതിനുശേഷമാണ് ആളുകൾ പാടുന്നത് ആവശ്യമായുള്ള ഭോജ്യം ഞങ്ങൾക്ക് നീന്നു തരണേ. വളരെ ലളിതമായൊരു പാട്ടാണത്. അപ്പോൾ നിങ്ങളിതിൻ്റെ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി അന്വേഷിക്കായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സഭയുടെ പാട്ടല്ല, നമ്മുടെ സിറോ മലബാർ സഭയുടെ പാട്ടുമായാലും പാട്ടത്. അതിന് പകരമാണ് ഇപ്പോൾ നമ്മൾ ഈ പാട്ട്, ഇപ്പോഴത്തെ പുതിയ പാട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. ഒന്നുകൂടെ പാടിക്കുക. നിങ്ങൾ ഈ ഡീലൊന്ന് പാടിക്കുക. നിങ്ങൾ ആ സ്കെയിൽ സ്കെയിൽ താത്തി പാടിക്കുക. കുറച്ചുകൂടെ ഒതുക്കി പാടും കേട്ടോ. സ്വർഗത്തിൽ വാഴും പിതാവേ, നിൻ നാമം വാഴ്ത്തപ്പെടേണം. നിൻ പരിപാവന രാജ്യം മഹിമയോടൂഴിയിൽ വരണം. നിന്നിഷ്ടം സ്വർഗത്തിലെന്ന പോലെ നിറവേറണം നിത്യമൂഴിമേലും, നിറവേറണം നിത്യമൂഴിമേലും. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെയുള്ള പാട്ടുകളെ കുറിച്ചൊന്നും അന്വേഷിച്ച് നിങ്ങളുടെ വിചാരിച്ചോട് ചോദിച്ചാൽ പറയൂ എവിടുന്നാണ് വന്നെന്നുള്ളത്. അച്ഛൻ ഈ പാട്ട് എവിടെയുള്ളതാണ്? അപ്പച്ചൻ പറയും നമ്മുടെ പഴയ പാട്ടോ നല്ല പാട്ടാട്ടോ എന്ന് നിങ്ങളോട് പറയും. നിങ്ങൾ അന്വേഷിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ കിട്ടും, ഭംഗിയായിട്ട് പാടാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫാദർ. മാഷേ, I'm sorry to say your selection of the pitch was wrong. ശ്രുതി ഈയിലേക്ക് പോയത് വലിയ കുഴപ്പത്തിന് കാരണമായി. ബിക്കോസ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഒതുക്കമില്ലാത്ത പാട്ടായിപ്പോയി. നമ്മൾ സാധാരണ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആയതുകൊണ്ട് അതിനോടൊരു പ്രത്യേക ഒരു മമതയും ഭാവുകതയും ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഈയിൽ പാടിയപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. നല്ല വോളിയത്തിലിങ്ങ് തോന്നി. ഐ വുഡ് ഈവൻ സേ ഇപ്പോൾ ഇത് നമ്മുടെ പള്ളിയിൽ എല്ലാവർക്കും പാടാനുള്ള പാട്ടല്ലേ ഇത്? ആണോ? കുർബാനയ്ക്ക് പാടുമ്പോൾ എല്ലാവരും പാടണ്ടേ? അതായത് എൻ്റെ എന്താ പറയുക, മൈ മദർ ഇൻ ലോ, എൻ്റെ അമ്മായിയമ്മയ്ക്കും എൻ്റെ അമ്മമ്മയ്ക്കും എൻ്റെ കൊച്ചുമകൾക്കും എല്ലാവർക്കും പാടേണ്ട ഒരു പാട്ടാണ്. അപ്പം അത് ഈയിലൊട്ടും പറ്റില്ല. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നിങ്ങളങ്ങനെ സെലക്ട് ചെയ്തതാകാൻ വഴിയുണ്ട്. ആണോ? അതെ. ഓക്കെ. So that's okay, you people made a selection, but then it brought a different ethos, a musical reaction was different. ഒരു ഭക്തിയുടെ ഒരു കുറവ് എനിക്ക് തോന്നി, ഒരു ഡെക്ലറേഷനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പാട്ടിൻ്റെ എൻഡിങ്ങിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ എൻഡാണല്ലോ, നമ്മളത് സമത്തിൽ വിട്ടുകളയരുത്. സമം കഴിഞ്ഞിട്ടും ഇവിടെ ഇപ്പോൾ രണ്ട് ബാർ കൂടി നീട്ടിപ്പിടിച്ചാലേ ഒരു കംപ്ലീഷൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡും എന്ന് പറഞ്ഞ സംഭവം അങ്ങ് പോയി. അവസാനത്തൊന്ന് പാടാം. തിന്മയിൽ നിന്ന് നീ കാത്ത് ഞങ്ങളോട് നീ പൊറുക്കുന്നമേ, അവിടെ നിന്ന് എടുക്കാം. അവിടെ എൻഡിൽ കേണമേ മേണമേ കഴിഞ്ഞിട്ട് 1 2 3 4 5 6 രണ്ട് ബാർ കൂടി നീട്ടി ഒന്ന് പാടി നോക്കാം. തിന്മയിൽ നിന്നു നീ കാത്തിടണേ, തിന്മയിൽ നിന്നു നീ കാത്തിടണേ. 1 2 3 4 5 6 ഇത്രയും കൂടി നീട്ടി പിടിക്കാം. കാത്തിടണേ. അത്രയും ഒന്ന് ശ്വാസം എടുത്തൊന്നും കൂടി പാടാമോ? അത് തിന്മയിൽ
തിന്മയിൽ നിന്നു നീ കാത്തിടണേ. അല്ലെങ്കിൽ ഒരു ബാർ കൂടി വെച്ചാൽ കാത്തിടണേ, ഒരു ബാർ വെച്ച് നോക്കുക, അത് കുറെ കൂടി റിയലിസ്റ്റിക് ആയി. ഒന്നുകൂടി എടുക്കാം സാർ. തിന്മയിൽ നിന്നു നീ കാത്തിടണേ. അപ്പോൾ ഒരു സെൻസ് ഓഫ് കംപ്ലീഷൻ അവിടെ കിട്ടും. അല്ലെങ്കിൽ എന്തോ സംഭവിച്ചോ, സംതിങ് വെൻ റോങ് എന്നൊരു സംശയം വരാം. Other than that, I have nothing to say. Thank you. താങ്ക് യു മാഷേ. ടെസ്റ്റ് ചേച്ചി, നമ്മൾ ഇനി ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന്റെ മാർക്കിലേക്ക് പോവുകയാണ്. എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം 30-ൽ. ഓക്കെ ഓക്കെ. അച്ഛാ, എത്ര മാർക്കാണ്? 7.5 മാർക്സ്. മെറിൻ 8.5 മാർക്സ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം 16 മാർക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മാഷിന്റെ മാർക്കും കൂടെ നോക്കട്ടെ. മാഷേ 8 മാർക്സ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് 24 മാർക്സ് ആണ് 30-ൽ കിട്ടിയിരിക്കുന്നത്. സന്തോഷാണോ? സന്തോഷം. തൃപ്തിയായോ? തൃപ്തിയായി. ആയി അല്ല, അങ്ങനെ ഒരു ഇത്തിരി വയറ് നിറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ, സാരില്ല ചേച്ചി. ഇതൊക്കെ നമുക്ക് ഓരോരോ പാഠങ്ങളല്ലേ, ഓരോരോ അനുഭവങ്ങളല്ലേ. അതിൽ നിന്നെല്ലാം നമ്മൾ എന്തേരെ പഠിച്ചാലും തീരില്ല അല്ലെ. പിന്നെയും പുതിയ അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാട്ടോ. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ള എടുത്തു പറയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കൊയർ കുറച്ച് മെച്ചമായത് കേട്ടോ. ആണല്ലേ? കാരണം ഇവിടെയാണ് ഞങ്ങളുടെ തുടക്കം. അങ്ങനെയാണ് ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ അറിയപ്പെടുന്ന കൊയർ ഈ ലൂർദ് മാതാ ചർച്ചിലെ കൊയർ ആയത് അല്ലേ? അതിന് താങ്ക്സ് ടു ഗുഡ്നസ് ടിവി. നിങ്ങൾ ഈ പാട്ടുകൾ എടുക്കുമ്പോൾ നിങ്ങളുടെ വ്യാഴ്ചയൊന്നും പറയാറില്ലേ പാട്ട് എവിടെ നിന്ന് വന്നു എന്നാ? എൻ്റെ നിങ്ങളങ്ങ് എടുത്ത് പാടുവാണോ? നിങ്ങൾ പിന്നെ അവിടുത്തെ കൊയരാന്ന് പറയുന്നില്ല തറന്നത്? ഞങ്ങൾ വികാരിച്ചനോട്, ഞങ്ങളുടെ കൊച്ചച്ഛനാണ് ഡയറക്ടർ, കൊച്ചച്ഛനോട് സംസാരിച്ചു. ലിറ്റർജിക്കൽ എററായിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ പാടാറില്ല. അതല്ല, വ്യാഴ്ച കുറച്ചുകൂടെ സീനിയർ ആകുമ്പോഴേ വികാരിച്ചൻ ആക്ച്വലി പാട്ടിന് അങ്ങനെ പാട്ട് പാടാറില്ല. പ്രായമുള്ള അച്ഛനാണ്. സ്വർഗസ്നായ പിതാവ് അറിയാം, കുറെ പഴയതായതുകൊണ്ട്. പക്ഷെ ഇപ്പം നമുക്കിതൊന്നും പാടാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് പുസ്തകത്തിലില്ലല്ലോ. ഇപ്പോഴത്തെ കുർബാന പുസ്തകത്തിൽ ഈ പാട്ടില്ല. ഞങ്ങൾ പാടുമ്പോൾ ഇതില്ല, വന്നിട്ടില്ല. അല്ല, എന്നാലും നമ്മുടെ തലമുറയ്ക്കെല്ലാം അറിയാം. നിങ്ങളുടെ തലമുറയ്ക്കല്ല അറിഞ്ഞൂടെ പാട്ട്? കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പള്ളി പാടിയിട്ടുണ്ടാകും. പെരുന്നാളിലൊക്കെ ഇതായിരുന്നു നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പാടി. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ശരി, അപ്പൊ എന്തായാലും ടെസ്റ്റ് ചേച്ചി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗ്ഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ബെഥനി സിസ്റ്റേഴ്സ് ജനറലേറ്റ് കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ ക്വയർ ആണ് ഇനി വേദിയിൽ മത്സരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. വരൂ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ആൻഡ് സിസ്റ്റർ, എന്തോ ഓരോ പ്രാവശ്യവും നിങ്ങൾ വരുമ്പം ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ മത്സരം ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ ആ ഒരു മോഡലും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങൾ വരുത്താറുണ്ടോ? ഞങ്ങൾ കുറച്ചും കൂടി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള മേഖലകൾ ഞങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് മുൻപുള്ള റൗണ്ടുകളിൽ പറഞ്ഞിട്ടുള്ള തിരുത്തലുകളിൽ നിന്ന് പാഠം സ്വീകരിച്ചുകൊണ്ടായിരിക്കും പിന്നീടുള്ള ഞങ്ങളുടെ ഒരുക്കം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ കോൺവെന്റിൽ താമസിക്കുന്നവരും അല്ല, എല്ലാവരും പല പ്രോവിൻസുകളിലാണ്, പല ദേശങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്ത് വന്നിട്ടാണ് ഞങ്ങളുടെ പരിശീലനം. അപ്പൊ അതൊക്കെ വെരി ലാസ്റ്റ് മിനിറ്റ് മാത്രമേ നിങ്ങളുടെ പ്രാക്ടീസ് അങ്ങനെ നടക്കുന്നു? അങ്ങനെയല്ല, ഞങ്ങൾ ക്വാളിഫൈഡ് ആയി അടുത്ത റൗണ്ടിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ മുതൽ ഞങ്ങൾക്കൊരു എന്താണ് അതിൽ വേണ്ട ഒരു പരിശ്രമം ഞങ്ങളുടെ ഹൃദയത്തിൽ തുടങ്ങും ആദ്യം. ഓക്കെ. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള. അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ കാണുമോ? ആഴ്ചയിൽ അങ്ങനെ കൂടില്ല, എങ്കിലും ഒരു രണ്ടാഴ്ചക്ക് കൂടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ട് ഫൈനൽ ഈ വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ അടുപ്പിച്ച് കുറച്ച് ദിവസം ഭയങ്കര ഇന്റൻസീവ് പ്രാക്ടീസ് ആയിരിക്കും. ഓക്കെ. അന്നേരം ഉറങ്ങില്ല, ഇരിക്കില്ല. ഞങ്ങൾ അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല.
അതെന്താ പാടി പാടി അങ്ങനെയല്ല, പാട്ടിൽ നമ്മൾക്ക് ഓരോ സമയം കഴിയുമ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ പാടുമ്പോഴാണ് മനസ്സിലാവുന്ന ഒന്നും ആയിട്ടില്ല എന്നുള്ളത്. അപ്പൊ പരിശീലനം കുറച്ചും കൂടെ കൂട്ടും. ഓക്കെ. അപ്പൊ പിന്നെ ഉറക്കം ഒന്നും ഒരു വിഷയമായിട്ട് വിഷയമേ അല്ല. ഉറങ്ങണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, പാട്ട് പാടി പ്രൈസും കൊണ്ട് അങ്ങ് പോയാ മതി അല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ സിസ്റ്റർ. ആ ഒരു സംഭവം നമ്മൾ മത്സരിക്കാൻ എത്തുമ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോഴാണ് നമ്മളെ നമ്മളിലെ ദ ബെസ്റ്റ് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുക. സിസ്റ്റർ, ഇന്നിപ്പോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത് ഏത് ഗാനം പാടാനാണ്? ഞങ്ങളുടെ ആരാധനാക്രമത്തിലെ തന്നെ ഗാനമാണ് അത്. ഉയർപ്പ് കാലത്തിലെ സന്ധ്യാപ്രാർത്ഥനയിലെ നിൻമുറിവുകളെ നേറ്റേൻ തുടങ്ങുന്ന ഒരു ഗാനമാണ്. അപ്പൊ നിങ്ങൾക്കത് നേരത്തെ മുതലേ അറിയാവുന്ന ഒരു ഗാനം തന്നെയാണ്. ഞങ്ങൾ പാടുന്നതാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പാടുന്നതാണ്. അപ്പം വർഷങ്ങളായിട്ട് മിക്കപ്പോഴും പ്രാർത്ഥനയിൽ പാടുന്ന ഒരു ഗാനം തന്നെ ഇവിടെ വീണ്ടും നമ്മുടെ മുന്നിൽ അവര് മത്സരത്തിന് വേണ്ടിയിട്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാട്ടോ. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ നിൻമുറിവുകളെ നേറ്റേൻ മോറോൻ മണമെന്നാഥ നിന്നധരങ്ങളഹു പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോരെന്നെ മടച്ചുത്തി ഗോകുൽത്തായി ഞവരെ വിട്ടോടി നിൻമാർഗു തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ അട്ടഹസിക്കുന്നേ. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിൻ സ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവരില്ലെന്നും പിതൃബലമായി നിന്നെ കണ്ണീർ മേലിൽ കള്ളന്മാർതൻ ഇടയിലുമാഴത്തിൽ നിൻ ശയ്യമരിച്ചോർ മധ്യേ സ്വർഗ്ഗം നിൻ പീഠം ഈരയർമേലും നരകീഴും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ അട്ടഹസിക്കുന്നു. ഞങ്ങൾ തൻ മൃതരെ നീയോർത്തേകീടാശ്വാസം ചാർത്തി സ്നാനീമദ്ബഹായിൽ നിന്നെ ഉൾക്കൊണ്ടു നിൻ ശുദ്ധ ശരീരത്തെ ഭക്ഷിച്ചും നിൻ രക്തപാനം ചെയ്തു അപരാധത്തോടു നിൻ രാജ്യത്താനന്ദിച്ചാർത്തും നിൻ ബലമായി നിന്നും നിന്നെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ നൽകിടാശ്വാസം. ആൻഡ് സിസ്റ്ററെ, എന്തോ പഠിച്ച പോലെയൊക്കെ നന്നായിട്ട് പാടിയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പാടിക്കഴിഞ്ഞപ്പോ ഒരു തൃപ്തിയായി. ഓക്കെ, ചോദിക്കട്ടെ. അച്ഛാ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇത് ഹോളി വീക്കിൽ മാത്രം പാടുന്ന ഹോളി വീക്കിലല്ല, ഉയർപ്പ് കാലത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാൻ പാടുന്നതാണ്. അതായത് ശനിയാഴ്ച സന്ധ്യ, ഉയർപ്പ് കാലത്തിൽ പാടും. ഉയർപ്പ് കാലം, കെംദാക്കാലം എന്ന് പറയും. കെംദാക്കാലം, ഞായറാഴ്ച സന്ധ്യ. നല്ല പാട്ട്, നല്ല നല്ല അർത്ഥം. എനിക്ക് ഒന്ന് രണ്ട് വാക്ക്
ഭാഗത്ത് ക്ലിയർ ആയില്ല. ഭടർ ചുറ്റി ഗോകുൽത്തായിൽ എന്ന അർത്ഥം ഒന്ന് പറയാമോ? ഗോകുൽത്തായിക്കവരെ വിട്ടോടി. അതിൻ്റെ അർത്ഥം എന്താ? അതായത് എനിക്ക് ഒരു ഭക്തൻ കർത്താവിൻ്റെ പീഠാനുഭവം കാണുന്ന ആ ഒരു സമയത്ത് ഉയർപ്പിൻ്റെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത് കോലോ എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ ഗാനത്തിന് കോലോ എന്നാ പറയുക. കോലോ സുറിയാനിയിൽ. മലയാളത്തിൽ അതിന് ശബ്ദം എന്നാണ് അർത്ഥം. ശബ്ദം. ശബ്ദം. അതെ, കോലോ എന്നുള്ളത് ഒരു സുറിയാനി പദമാണ്. പിന്നെ ഈറയർ എന്ന് വാക്കില്ലേ? ഈറയർ മാലാഖമാർ. അതിന്റെ അങ്ങനെയാ വാക്കല്ലേ? മാലാഖ എന്നർത്ഥം ഈറയർ. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് എന്നുള്ള. ക്രോവന്മാരും സാപ്പയന്മാരെന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ? പിന്നെ ഈ കണ്ടേനല്ലേ, ഈ നിന്മാവ് തുറന്ന് രക്തം വാർന്നു കണ്ടേൻ ഞാൻ പെട്ടെന്ന് എടുക്കുന്നു കേട്ടോ. അതിൻ്റെ അകലത്തിൻ്റെ ഞാൻ എഴുതുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ഒന്ന് ഇച്ചിരി നീട്ടിയാൽ മതി. ഞാൻ വന്നാൽ മതി. പിന്നെ അതുപോലെ ഹല്ലെ അട്ടകസിക്കുന്നേൻ, ഈ രണ്ട് മാത്രമേ. പിന്നെ നൽകിയിടാം ആശ്വാസം. ഈ 3 സ്ഥലത്തെ വല്ലതൊക്കെ പറയാനുള്ളൂ. കണ്ടേ ഞാൻ ഒന്ന് പാടിക്കേ. ഈ നിന്മാർവ് തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ. ഞാൻ നിനക്ക് ഞാൻ തന്നെ വരണം. ഞാൻ ഒന്നുകൂടെ, ഞാൻ എന്നല്ല ഞാൻ. ഒരിക്കൽ കൂടി പഠിക്കും, ഒരു പ്രാവശ്യം പഠിക്കും, ശരിയാവും. അത് എനിക്ക് ഇത്രേ തോന്നിയുള്ളൂ കേട്ടോ. താങ്ക് യു ഫാദർ. താങ്ക് യു. മേറിൻ. ഹലോ ബെഥനി സിസ്റ്റേഴ്സ്, നന്നായിട്ട് പാടി. എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ അപ്പോൾ സുറിയാനി ഭാഷയിലാണോ? അതെ. ഞങ്ങളുടെ ലിറ്റർജി, അതായത് ഞങ്ങളുടെ ആരാധനാക്രമത്തിലുള്ള പാട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സുറിയാനി വേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ പാടിത്തരണേ. തീർച്ചയായും. കാരണം അതിലാവുമ്പോൾ ഈ ലിറിക് ആൻഡ് ഈ എല്ലാം കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവുമെന്ന് തോന്നുന്നു. കാരണം അത് കേൾക്കാൻ നല്ല കൊതിയുണ്ട്, അതുകൊണ്ട് പറയാണ്. സുറിയാനി ആ ഒരു ഒറിജിനൽ വേർഷൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയമെടുത്ത് പഠിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒന്ന് വന്ന് പാടണം. എനിക്ക് തോന്നുന്നു ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഷൻ അല്ലേ ഇത് തന്നെ നല്ല പഴയ മലയാളം അല്ലേ? അതായത് പഴയ മലയാളമാണ്. എത്ര വർഷം ഉണ്ടാവും? കാരണം ഞാൻ വായിച്ചു നോക്കായിരുന്നു. അപ്പം എനിക്ക് ആക്ച്വലി സാറാണ് ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ പറഞ്ഞു തന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മലയാളമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം സാർ എനിക്ക് ഓരോന്നിൻ്റെയും മീനിങ്സ് പറഞ്ഞു തരുമായിരുന്നു. എനിക്കിത് ശരിക്കും നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് പാടിയത്. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത് ഒരു 200+ ഇയേഴ്സിൻ്റെ മലയാളമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതെ. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും ജെം ഓഫ് എ സോങ് കൊണ്ടുവന്ന് പാടിയതിൽ. സിസ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക്. എൻഡ് ചെയ്യുന്ന പോർഷൻസും, അതായത് നിർത്തുന്നതൊക്കെ കുറച്ചും കൂടിയും എല്ലാവരും ഒന്നിച്ചായിട്ട് നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായനെ. പിന്നെ ശ്വാസം എടുക്കുന്ന പോർഷൻസും ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ശ്വാസങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗിയായനെന്ന് തോന്നി. കൂടുതൽ ഭംഗിയാക്കാമായിരുന്നു എന്ന് തോന്നി. അത്രയൊക്കെ തോന്നിയുള്ളൂ. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു സോങ് എടുത്തിട്ട് വന്നതിൽ. താങ്ക് യു മാഷേ. Sisters, you have sung it well. ഉയർപ്പ് കാല ഗാനമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെൻസ് ഓഫ് ട്രയംഫ് ഈ പാട്ടിലില്ല. നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഡിഫറൻസാണ്. ഓറിയൻ്റൽ സ്പിരിച്വാലിറ്റി ഡിഫറെൻറ്റ് ഫ്രം ഓക്സിഡൻ്റൽ സ്പിരിച്വാലിറ്റി. നമ്മുടെ ഈസ്റ്റേൺ ചേർച്ചിൻ്റെ ഫീലിങ്സും വെസ്റ്റേൺ ചേർച്ചിൻ്റെ ഫീലിങ്സും രണ്ടാണ്. ഉദാഹരണത്തിന് ഞാൻ പണ്ട് ഏതൊരു പാട്ടുണ്ടാക്കിയപ്പോൾ കോട്ടയത്തുള്ള ഒരു അച്ഛൻ പറഞ്ഞു, ജെറി അത് ഒരു വെസ്റ്റേൺ ചോയാണെന്ന്, ഇത് ഞങ്ങളുടെ പള്ളിയിൽ പാടുമ്പോൾ അത്രയും ഇങ്ങനെ ചാട്ടമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആ ഡിഫറൻസാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളിത് പാടുമ്പോൾ. വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ താളവട്ടമായിട്ട് ഈ പാട്ടിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ താളം പിടിച്ച് നോക്കിയാണ് ഇത് അവിടെ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നില്ല, എല്ലാം റോങ് സ്ഥലത്ത് വീഴുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ താളം പിടിക്കരുത്. ദാറ്റ് ദ ഫസ്റ്റ് തിങ്. യു സാങ് വിത്ത് കോൺഫിഡൻസോടുകൂടി പാടി, ആൻഡ് ഡിക്ഷൻ വാസ് ഗുഡ് ഓൾസോ.
അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് അറിവ് കുറവായതുകൊണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. പൊതുവെ ഇങ്ങനെ ഓവറോൾ ഇറ്റ് ഹാസ് കം ഓഫ് വെരി വെൽ. ഇതിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം 21st സെഞ്ച്വറിയിലുള്ള ആ ഈ തോസുമായിട്ട് ഈ പാട്ട് പൊരുത്തപ്പെടില്ല. ഈ പാട്ട് അങ്ങനത്തെ ഒരു പാട്ടല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി എടുക്കേണ്ടതല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് അങ്ങോട്ട് പതിച്ചാൽ അത് ശരിയാകില്ല. സോ ദാറ്റ്സ് ഇറ്റ് സിസ്റ്റേഴ്സ്, യു ഹാവ് ഡൺ വെൽ. ഇത് ആരാണ് നിങ്ങളോട് ഇങ്ങനെ ഈ പാട്ട് പാടാൻ സജസ്റ്റ് ചെയ്തത്? ഞങ്ങളുടെ ഈ പാട്ടുകളുടെ എല്ലാം പരിശീലനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് മലയാറ്റിൽ അച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ഛനൊരു ലിറ്റർജിസ്റ്റാണ്. അപ്പോൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹമാണ് ഇത് പാടിയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷൻ വെച്ചത്. വെൽ ഡൺ, വെൽ ഡൺ. താങ്ക് യു. താങ്ക് യു മാഷെ. എന്തായാലും അച്ഛൻ്റെ അടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു അന്വേഷണം പറയണം, അതിന് വലിയൊരു താങ്ക്സും പറയണം. ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്ത് നല്ല പാട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് അത് പെർഫോം ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. അച്ഛാ, എത്ര മാർക്കാണ് അച്ഛൻ കൊടുക്കുന്നത്? 8.5 മാർക്സ്. മെറിൻ 9 മാർക്സ്. അപ്പോൾ 17.5 മാർക്സ് ആയി. മാഷെ 8.5 മാർക്സ് അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഗാനത്തിന് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ആണ്. 30-ല് നല്ല മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷമായല്ലോ എല്ലാവരും? അപ്പോൾ വീണ്ടും നമുക്ക് കാണാം സിസ്റ്റർ, ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. സെയിന്റ് സ്റ്റീഫൻസ് ബെസാനിയ വലിയ പള്ളി ചർച്ച് കോതമംഗലത്ത് നിന്നും എത്തിയിരിക്കുന്ന ഈ ക്വയറാണ് ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനി മത്സരിക്കാനായി ഈ വേദിയിലേക്ക് എത്തുന്നത്. വരൂ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ബിചേട്ടാ, എന്തോ എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ ഇടവകയിൽ അച്ഛനൊക്കെ എന്ത് പറയണു? അച്ഛനൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിനെ കാണുന്നത്. ഇന്ന് ഞങ്ങളുടെ വികാരിയച്ഛൻ വന്നിട്ടുണ്ട്. ആഹാ, വന്നിരിക്കുകയാണല്ലേ? നിങ്ങളുടെ ഈ ക്വയറില് പള്ളിയിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? നിങ്ങൾക്ക് ആക്ച്വലി അവിടെ പള്ളിയിൽ പാട്ട് പാടാനൊക്കെ ആയിട്ട്? പള്ളിയിൽ ഒരു ഗ്രൂപ്പ് ഉള്ളൂ. ഓ, നിങ്ങൾ തന്നെയാണോ? ഇത്രയും പേരേ ഉള്ളൂ ആകെ? 15 മെമ്പേഴ്സ് ഉണ്ട്. ഓ, ഓക്കെ, അത്രയും തന്നെ ഉള്ളൂ. അല്ലാതെ ഏജ് വെച്ചിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയൊന്നും ഇല്ല? അങ്ങനെയില്ല. അതെന്ത് പറ്റി? നിങ്ങളുടെ ഇടവകയിൽ പാടാനുള്ള ആൾക്കാര് പാടുന്നവർ കുറവാണോ? എല്ലാ വർഷവും പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ മാത്രം ഉള്ള ആൾക്കാരില്ലേ നിങ്ങളുടെ? അതിനുള്ള ഇതില്ല. ഇല്ല. കൂടുതലും ഇതുപോലെ കുട്ടികളാണോ കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നത്? കുട്ടികളെ കൂടുതലും ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. എന്താ, ഐ മീൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അഡൽട്സ് ആയിട്ടുള്ളവരും അവരൊക്കൊന്നും അധികം അവര് മുന്നോട്ട് വരുന്നുണ്ട്. ഈ കുട്ടികളെ ചേർത്ത ഗുണം എന്താന്ന് വെച്ചാൽ അവര് ഹയർ സ്റ്റഡീസിന് പോകുന്നവരെ നമുക്ക് കിട്ടും. കുറെ നാൾ നമുക്ക് അവരുടെ ഇത് കിട്ടും. ലൈഫ് കൂടുതൽ എന്നുള്ള പോലെ അല്ലേ? ഓരോ സാധനം വാങ്ങുമ്പോ കൂടുതൽ നാളത് അത് കലക്കി. ഈ ഐഡിയ ബീച്ചേണ്ടയാണോ? അതെ, അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ആണല്ലേ? അപ്പം ഇവരെ സെലക്ട് ചെയ്യേണ്ടതും അതെല്ലാം ബീച്ചേണ്ട ഡ്യൂട്ടി ആണോ? അത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ കോമ്പറ്റീഷനുകളുണ്ട്. അതിൽ നിന്ന് ആണ് കുട്ടികളെ സെലക്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആ ഒരു പാനലിൽ നിൽക്കുന്ന ബീച്ചേട്ടൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് വേഷമൊക്കെ കെട്ടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും ഭംഗി ഉണ്ടാകുമല്ലോ ഇന്ന് പാടാൻ പോകുന്ന പാട്ടിന്? മാക്സിമം ശ്രമിക്കും. ശരി, ഏതാണ് ആ പാട്ട്? സാധാരണ ഞങ്ങൾ മെലഡി സോങ്സ് ആണ് പാടാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മാറി ചിന്തിച്ചു. കാരണം ഇത്രയും ലെജൻഡറായ ഈ ജഡ്ജസിന് മുമ്പിൽ ഒരു ഇച്ചിരി ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ളൊരു ഗാനം പാടണമെന്ന് ഒരാഗ്രഹം. ഓഹോ, ഫാസ്റ്റ് ആയിട്ട്. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഗാനമായിരിക്കും? അത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കാറ്റഗറി തന്നില്ല, അവർ ചോയ്സ്. അതെ, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാൽ പോലും അത് ഏതെങ്കിലും ഒരു ഇതിൽ വരുന്ന ഗാനമായിരിക്കുമല്ലോ. സ്തുതി. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത കുറെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഒരു ഗാനരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു. ഇതാരാ ചിട്ടപ്പെടുത്തിയത്? ഇത് ഞങ്ങളുടെ ഒരു കൊയർ മാസ്റ്റർ ഉണ്ട്, ബെന്നി സാർ എന്ന് പറയുന്നത്. സാറ് ചിട്ടപ്പെടുത്തി. അതേപോലെ ഞങ്ങളുടെ സഭയ്ക്കൊരു കൊയർ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഡയറക്ടറായ അച്ഛനാണ്, ജോർജ് എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ വരികൾ എഴുതിയത്. പാടിയത് ആ കൊയർ ടീം തന്നെയാണ് പാടിയത്. ഞങ്ങൾ അത് കേട്ട് പഠിച്ചു അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പഠിച്ചു വന്നിരിക്കുകയാണോ? ഈ മത്സരത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു, പഠിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വികാരി അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് അച്ഛനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം, എന്നിട്ട് നിങ്ങളുടെ പാട്ടിലേക്ക് കിടക്കാം. ഇവരുടെ വികാരി അച്ഛൻ കുര്യാക്കോസ് ഫാദർ ആണ്. നമുക്ക് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ അച്ഛൻ. അച്ഛാ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. അച്ഛന്റെ ഈ കുട്ടികളെ ഞങ്ങളിപ്പോ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് അച്ഛനെ ഒന്ന് കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. എന്ത് പറ്റി അച്ഛൻ ഇത്രയും നാൾ ഇവരുടെ കൂടെ വരാതിരുന്നത്? ഇവര് പറഞ്ഞു അവരെ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോ അച്ഛനങ്ങ് വന്നാ മതി, എപ്പോഴും ചോദിച്ചോണ്ട് നിക്കട്ടെ എന്നല്ലേ ബിജുചേട്ടന്റെ ഐഡിയ ആയിരിക്കും അത്. അച്ഛൻ ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഇവര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ നല്ല ഹാർഡ് വർക്ക് ആണോ? അവര് പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പം എല്ലാവരുടെയും ടൈം സെറ്റായി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ സഹായം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അച്ഛന് പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ എങ്ങനെയാണ്? എനിക്ക് നല്ല ഇഷ്ടമാണ്. ആണോ? അപ്പൊ നല്ല ഇഷ്ടത്തോടെ ഒരു രണ്ടുപേര് പാട്ട് പാടുവച്ചാ? പാടാനറിയില്ല. പാടുവച്ചാ? പാടാനുള്ള കഴിവില്ല. അതൊന്നും സാരല്ല, പാട്ട് ഇഷ്ടാണെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? പാടാനൊരു ഇഷ്ടമാണ്, പക്ഷേ പാടാനറിയില്ലല്ലോ. അത് നമ്മുടെ കുട്ടികളല്ലേ കൂടെ, അവരെ കൂടെ അച്ഛന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. പള്ളിയിൽ എപ്പോഴും പാടുന്ന ഒരു പാട്ട് ഞങ്ങള് പള്ളിയിൽ ഞങ്ങളുടെ കുർബാനയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്. ഇവര് ഞങ്ങളുടെ കൊയറെന്ന് പറയുന്നത് ഞങ്ങളുടെ കുർബാനയുടെ ജീവനാണ്. ഓക്കെ, അപ്പൊ ആ ജീവന്റെ ജീവൻ നിങ്ങൾ എല്ലാരും അച്ഛനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാടുമ്പോ. അപ്പൊ നമ്മള് കുർബാനയ്ക്ക് മുമ്പ് പാടുന്ന ഒരു പാട്ടുണ്ട്, വെളിവ് നിറഞ്ഞോര് ഈശോ. അത് ഞങ്ങൾ പാടാം. പക്ഷെ ഇവരുടെ ട്യൂൺ വേറെയാണ്. അച്ഛന്റെ കൂടെ അവരുണ്ടാവും. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു, വെളിവിയടിയ കില താരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങ നീ താപൻ കതിരേ ശോഭിപ്പിക്കെന്നും. താങ്ക് യു ഫാദർ. അപ്പോൾ ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം, അവര് പാടട്ടെ. അപ്പോൾ ഇനിയും അച്ഛൻ ഇവരുടെ കൂടെ വരണം. ഞങ്ങൾ എപ്പോഴും ചോദിക്കാനായിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. ശരി അച്ഛാ, നമുക്ക് കാണാം. ദാവീദിന്റെ കിന്നരങ്ങൾ
വൈരികളിൻ മുൻപിൽ വിജയം നൽകിയവൻ ആഴികളിൻ നടുവിൽ പാതയൊരുക്കിയവൻ വൈരികളിൻ മുൻപിൽ വിജയം നൽകിയവൻ ആഴികളിൻ നടുവിൽ പാതയൊരുക്കിയവൻ ഇസ്രായേലിൻ ദൈവം ഹല്ലേലൂയ സ്തുതികളിൻ ദൈവം ഹല്ലേലൂയ അവനുന്നതനാം ദൈവം സർവശക്തനവൻ ദൈവം കൈപ്പേറിയതാം മാറയതിൻ ജലം മധുരമാക്കിയവൻ ശക്തമാം തൻ ഭുജങ്ങളാൽ ചാരിയിരുന്നവൻ കൈപ്പേറിയതാം മാറയതിൻ ജലം മധുരമാക്കിയവൻ ശക്തമാം തൻ ഭുജങ്ങളാൽ ചാരിയിരുന്നവൻ അൻപൊടു കരമതിനാ സൗഖ്യം നൽകിയവൻ തൻ തിരുവചനമതാ സാന്ത്വനമേകിയവൻ അൻപൊടു കരമതിനാ സൗഖ്യം നൽകിയവൻ തൻ തിരുവചനമതാ സാന്ത്വനമേകിയവൻ ഇസ്രായേലിൻ ദൈവം ഹല്ലേലൂയ സ്തുതികളിൻ ദൈവം അവനുന്നതനാം ദൈവം സർവശക്തനവൻ ദൈവം പാപവിമോചിതരേ പരനെ കീർത്തിക്കാം ജീവിത സാക്ഷ്യവുമായി സ്വന്തം പാടിടാം ഇസ്രായേലിൻ ദൈവം സ്തുതികളിൻ ദൈവം അവനുന്നതനാം ദൈവം സർവശക്തനവൻ ദൈവം ബീച്ചേട്ടാ പാടിക്കഴിഞ്ഞപ്പോ എന്തൊരു സന്തോഷം മുഖത്ത്. നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച പോലെ തന്നെ പാടാൻ സാധിച്ചു. എന്താ കോൺഫിഡൻസ് നോക്കോ. തീർച്ചയായിട്ടും അത് തന്നെ ബീച്ചേട്ടാ അത് നമുക്ക് ചോദിക്കാം. ഏറ്റവും പറയേണ്ടത് ഞങ്ങളെങ്ങനെ ഓർക്കസ്ട്ര കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കിട്ടി. കണ്ടോ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഓർക്കസ്ട്ര എന്ന് പറയണത്. ആ? ഒരുപാട് സന്തോഷം. നമുക്കിനി ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. അച്ഛാ, നല്ല പാട്ട് കേട്ടോ, നല്ല രസമായിരുന്നു, നല്ല റിഥമിക്. നിങ്ങൾ പറയുമ്പോൾ ഒന്നും അനങ്ങുന്നില്ലല്ലോ, ചിരിക്കുന്ന പോലും ഇല്ല. പേടിച്ചിട്ടാ നമ്മളെങ്ങനെ പഠിച്ചിട്ട് വന്നാലും ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ നല്ലെന്ന് പറയാറുള്ളൂ, കഷ്ടം. നല്ല റിഥമിക് സോങ്. നിങ്ങൾ പാടുന്നതാണോ പള്ളിയിൽ? പള്ളിയിൽ കൺവെൻഷന് വേണ്ടി പാടാറുണ്ട്. പാടി. എത്ര കൊല്ലം പഴക്കമുള്ള പാട്ടാ? ജോർജ് കൊടിമറ്റം, ബെന്നി ചെറിയാൻ, ഇത് എവിടെയുള്ള അറിയോ അവരെ? പരിചയമുണ്ടോ അവരെ? പരിചയമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്കൊരു ഒരു കൊയർ ടീമുണ്ട്. ആ കൊയറിലെ ഡയറക്ടേഴ്സാണ് ഈ ജോർജ് അച്ഛനും അതേപോലെ ബെന്നി സാറും ജോയി സാറും. ഓ, ജോർജ് അച്ഛൻ. നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോസ്റ്റ്യൂം, നല്ല മൂവ്മെൻറ്റ്. പക്ഷെ കുട്ടികളായിരുന്നു നന്നായിട്ട് മൂവ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇവർക്കെല്ലാവരും മടി. അവരിങ്ങോട്ട്, കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടാണ് പോകണത്. ഇങ്ങനെ വരായിരുന്നു അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്യായിരുന്നു. മക്കൾ നന്നായി ചെയ്യും. നല്ല ഫ്രീ ആയിട്ട് അവർ പാടുന്നത്. അവർ 4 പേരല്ല 5 പേര്. പിന്നെ നല്ല ഒരു ഷിഫ്റ്റ് വന്നു അവസാനം. അതും ആദ്യം കുറച്ച് നാൾ കൂടി ഒന്ന് കേൾക്കുന്ന ഒരു ഷിഫ്റ്റ് വന്നത്. വലിയ പെട്ടെന്ന് നല്ല ഭംഗിയായിട്ടും കയറി കേട്ടോ. നമ്മൾ ഹാർമോണി നന്നായിരുന്നു എല്ലാം കൂടി. പിന്നെ ചില സ്ഥലത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പാപ വിമോചിതരേ, അത് ശ്രദ്ധിക്കുക കേട്ടോ ഉച്ചാരണം. നിങ്ങളിനി പാടുമ്പോൾ ഭുജങ്ങളാൽ അൻപൊടു പോയല്ലോ എടുക്കണം. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത്
അല്ലെങ്കിൽ നല്ല പാട്ടായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്ത് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് പാടി കേട്ടോ. താങ്ക് യു ഫാദർ. മെറിൻ? സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച് ക്വയർ നല്ലപോലെ ആസ്വദിച്ച് നിങ്ങൾ തന്നെ മുഴുവനായിട്ട് ആസ്വദിച്ച് ആ എനർജി ഞങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്ത പോലെ തോന്നി. ശരിക്കും നല്ല കോൺഫിഡൻസ് സിംഗിങ് ആയിരുന്നു. ഫ്രം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നിങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു ഒത്തിരി പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല, ഒരുപാട് പാടിയിട്ടില്ല. ഒരുപാട് പാടിയിട്ടില്ല, കാരണം 2-3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 2-3 പ്രാവശ്യം. അതിൽ തന്നെ ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു പ്രാവശ്യമൊക്കെ പാടിയ പാട്ടാണെങ്കിലും നമുക്കൊന്നൊരു ഫുൾ സ്ട്രെങ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് പറഞ്ഞ പോലെ അവിടെ മുതൽ അവസാനം വരെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പാടി. എനിക്ക് ആകെ ശ്രദ്ധിക്കണം എന്ന് തോന്നിയ 1-2 പ്ലേസസ് സസ്റ്റെയിൻ ചെയ്യുന്ന പോർഷൻസ് കുറച്ചും കൂടി കംപ്ലീഷൻ കൊടുത്താൽ നല്ലതായിരിക്കും. എൻഡ് ചെയ്യുന്നത് ഓരോ വരികൾ എൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എൻഡ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്ന ആ ഒരു സംഭവം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാവരും നല്ല സിംഗേഴ്സാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കിഷ്ടമായത് മക്കളാണ് ഇത് ഇങ്ങനെ ആടാൻ തുടങ്ങി. ആ എനർജി ഇങ്ങനെ പാസ് ചെയ്ത് ഒരു വേവ് പോലെ ഇപ്പുറത്തേക്ക് എത്തി. പിന്നെ അവിടെ അത് ഫുൾ ഓൺ കണ്ടിന്യൂ ആയി, ഇവിടെ പതുക്കെ. ബട്ട് സ്റ്റിൽ ഓവറോൾ എൻജോയ് ചെയ്തു. നിങ്ങളുടെ കോസ്റ്റ്യൂംസും നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റേഷൻ നല്ലതായിരുന്നു. പിന്നെ പിച്ച് ഷിഫ്റ്റ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ടക്ക് എന്ന് പറഞ്ഞ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ മാറി പിച്ചിലോട്ട്, അടുത്ത പിച്ചിലോട്ട്. അതും നല്ലൊരു കാര്യമാണ്. എല്ലാവരും അലേർട്ടായിട്ട് നിന്നല്ലോ, ഫോക്കസ്ഡ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു മെറിൻ. മാഷേ? നല്ല ലിറിക്സ്, നല്ല മെലഡി, നന്നായിട്ട് പാടി. അവിടെ ഇവിടെയും ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ പാട്ടിലല്ല, ലിറിക്സ് പറയുന്നത് സ്തുതികളാൽ എന്നൊരു പ്രയോഗം, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് കണ്ടുപിടിക്കണം. ഓഫ് ബീറ്റ് പാടിയാൽ മതി. സ്തുതികളാൽ തുടക്കത്തിൽ ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞാണ് സ്തുതി സ്തോത്രം എന്ന് ഇവിടെ പാടുമായിരുന്നു, ഇവിടെ മുരിങ്ങൂർ. ഇപ്പം അത് പാടുന്നില്ല. ഇപ്പോൾ സ്തുതി എന്നൊരു വാക്ക് മലയാളത്തിലില്ല, അതുപോലെ സ്തുതികളാലും മലയാളത്തിലില്ല. ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പാടിപ്പാടി അങ്ങനെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് മാറ്റിയെടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് റോങ്. അതുപോലെ ഭുജങ്ങളാൽ നിങ്ങൾ പാടിയത് ഭുജങ്ങളാൽ അങ്ങാ ഉള്ളതുകൊണ്ട് ജാക്കാണ് ആക്സിഡൻറ്റ്. ഭുജങ്ങളാൽ. അപ്പോൾ ഏതാണ് അതിന് മുമ്പുള്ളത്? ശക്തമാം തൻ ഭുജങ്ങളാൽ. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് പാടിയത്? ശക്തമാം ഒരാൾ പറഞ്ഞാൽ മതി. ശക്തമാം തൻ ഭുജങ്ങളാൽ. ശക്തമാം തൻ ഭുജങ്ങള. അത് തെറ്റാണ്. ഭുജങ്ങളല്ല, ശക്തമാം തൻ ഭുജങ്ങളാൽ. അതങ്ങനെ ഒന്ന് പാടിത്തരാം ആ സെക്ഷൻ എല്ലാവരും കൂടി. ജലം മധുരമാക്കിയവൻ ശക്തമാം തൻ ഭുജങ്ങളാൽ. ശക്തമാം തൻ ഭുജങ്ങളാൽ. ഭുജങ്ങളല്ല ഭുജങ്ങൾ. ശക്തമാമൻ ഭുജങ് പഠിക്കേ. ശക്തമാം തൻ ഭുജങ്ങളാൽ ചാരയിരുന്നവൻ. അത്രേ ഉള്ളൂ, വലിയ കാര്യമില്ല. ഒന്ന് കറക്റ്റ് ചെയ്തു. അതർ ദാൻ ദാറ്റ് ഐ വോണ്ട് ടു സേ ഓൺലി വൺ തിങ്. നമ്മളിപ്പോൾ അത് പറഞ്ഞ് പിച്ച് അങ്ങോട്ട് പോയി പിച്ച് ഇങ്ങോട്ട് എല്ലാവരും കറക്റ്റ്. അത് ടെക്നിക്കലി വി ഷുഡ് ടോക്ക് കറക്റ്റ്ലി. ദാറ്റ് ഈസ് കോൾഡ് മോഡുലേഷൻ. ഒരു ശ്രുതിയിൽ നിന്ന് വേറൊരു ശ്രുതിയിലേക്ക് പാട്ട് മാറുമ്പോൾ അതിന് ടെക്നിക്കൽ ടേം മോഡുലേറ്റ് ചെയ്യുക എന്ന് പറയുക. സോ ദ മോഡുലേഷൻ വാസ് വെരി ഗുഡ്. താങ്ക് യു മാഷേ. ഒരുപാട് സന്തോഷമായില്ലേ ഇപ്പം വിജയേട്ടാ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമായി. ശരിക്കും എല്ലാവരുടെയും മുഖത്തു നിന്നും ആ ഇത് ഫീൽ ചെയ്യാം. മാർക്ക് ചോദിക്കട്ടെ? ചോദിക്കാം. മെറിൻ നോക്കട്ടെ എത്ര മാർക്കാണ്? 9.5 മാർക്സ്. ഒരു അര മാർക്കും കൂടെ കിട്ടിയിരുന്നില്ല അല്ലേ? ഇനി അച്ഛാ, ഏറ്റവും കുഞ്ഞുമോളാരാ? 6ൽ പഠിക്കുന്ന കുട്ടി. 6ാം ക്ലാസ്. ആ കുഞ്ഞുമോള് പറയുന്ന മാർക്ക് ഞാൻ കൊടുക്കും. മോളെ ചോദിച്ച മാർക്ക് കിട്ടും. 9.5. എന്നാലും 10 വേണ്ടേ? നിങ്ങൾക്കൊന്നും 10 മാർക്ക് വേണ്ടേ? 9.5 മാർക്സ്. അപ്പൊ 19 മാർക്സ് ആയിട്ടോ.
ഇനി മാഷ് എത്ര മാർക്ക് തരണേ നോക്കട്ടെ. മാഷേ 9 marks, 28 marks 30-ല്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല ഒരു മാർക്കാണ് ഈ ഒരു ടീമിന് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോണത്. ഒരുപാട് സന്തോഷമുണ്ട് ബിചേട്ടാ. പോയ സ്പീഡില് ഇത്രയും മാർക്കും ഇതിനെക്കാട്ടിലും മാർക്ക് വാങ്ങാനായിട്ട് തിരിച്ചു വരണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകനേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദ റിയൽ ലൈഫ് മ്യൂസിക് ഷോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷോ ഇപ്പൊ എത്ര ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് ഓരോ ടീമും ഇവിടെ വന്ന് കാഴ്ചവെക്കുന്നത്. ഇനിയും നമുക്ക് ഇതിലും മെച്ചപ്പെട്ട പെർഫോമൻസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതിന് തരത്തിൽ പഠിച്ചിട്ടൊക്കെയാണ് റെഡി ആയിട്ടാണ് ഇന്ന് പോന്നിരിക്കുന്നത്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. ഷോ എനിക്ക് വയ്യ. മമസ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമസ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ഇത് നമ്മൾ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പോഴും നമ്മൾ പള്ളിയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അപ്പം നമുക്കത് മനസ്സിലാവും. കുറേ പാട്ടുകൾ നോക്കി, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ധ്യാനത്തിൻ്റെ അവസരങ്ങളിലും കൺവെൻഷനുകളിലൊക്കെ ധാരാളം പേരെ ആശ്വസിപ്പിച്ചൊരു പാട്ടാണ് അല്ലേ. ദേവാലയ ഗായകര മറ്റ് വേദികളിലെ എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത്. ഈ കോമ്പറ്റീഷൻ വന്നപ്പോൾ അത് മുന്നോട്ട് വന്ന് രാജാധിരാജനേ വാവാനീ ആത്മരൂപനേ, നീ വരൂ വന്നു വാടിടൂ എൻ്റെ ആത്മാവിൽ സ്നേഹരാജനാ. നല്ല പാട്ടുകാരാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യു ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ടു ബ്രിങ് ദിസ് സോങ് ടു ദ ബെസ്റ്റ് ഓഫ് ലൈറ്റ്. ഐ തിങ്ക് ശ്രുതിയും താളവും ഒക്കെ കറക്റ്റാണ്. ഹാർമണി ഓൾസോ ഗുഡ്.